കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിലെ കുമ്പക്കൽ നഴ്സറിയിലാണ്. ഇവിടെ നിന്നാണ് നമ്മൾ തൈ ഉൽപ്പാദിപ്പിക്കുന്നതും എല്ലാ ഭാഗങ്ങളിലേക്കും വിതരണം ചെയ്യുന്നു. ഞാൻ ലിജോ വർഗീസ്. നമ്മളിവിടെ തൈ ഉൽപ്പാദിപ്പിക്കുന്നത് നാഗപ്പതി രീതിയിലാണ്. നാഗപ്പതി രീതിയിൽ ഏറ്റവും കൂടുതൽ തൈ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു നഴ്സറി നമ്മുടെയാണ്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നഴ്സറിയിൽ തൈകൾ ഉണ്ടാക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളാണ്. എല്ലാം വിതരണത്തിന് ആയതല്ല, കട്ട് ചെയ്ത് വെച്ചതുണ്ട്, പിന്നെ ജസ്റ്റ് മൊട്ടിച്ച് വരുന്നുണ്ട്, വിതരണത്തിന് പാകമായതുണ്ട്. പല സ്റ്റേജുകളിലുള്ള തൈകളുണ്ട്. അച്ഛൻ്റെയും എൻ്റെയും മേൽനോട്ടത്തിലാണ് ഇവിടെ തൈകൾ ഉൽപ്പാദിപ്പിച്ച് എല്ലാ ഭാഗങ്ങളിലേക്കും വിതരണം ചെയ്യുന്നത്. ഓരോ സ്റ്റേജുകളും തൈയുടെ ക്വാളിറ്റി ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് മാറ്റുന്നത്. പല രീതിയിലുള്ള ക്വാളിറ്റി ചെക്കിങ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കർഷകർക്ക് തൈകൾ കൊടുത്തു വിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചെടികൾ എല്ലാ ഭാഗത്തും നല്ലപോലെ വളർച്ച കിട്ടുന്നതും ഏതാണ്ട് ഒരു വർഷം കൊണ്ട് തന്നെ എല്ലാം കായ്ച്ചു തുടങ്ങുന്നു. ഉൽപ്പാദനവും വിപണനവും നമ്മൾ നേരിട്ട് ചെയ്യുന്നതുകൊണ്ട് ചെടികളുടെ ക്വാളിറ്റി നമുക്ക് ഉറപ്പ് വരുത്താനും പിന്നെ തൈകൾ ഇനവ്യത്യാസം വരാതെ ചെയ്യാനും നമ്മൾ ഇവിടുന്ന് നേരിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പറ്റുന്നുണ്ട്. കുമ്പക്കൽ കുരുമുളകിന് പേറ്റൻ്റ് ഉള്ള എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് കുമ്പക്കൽ കുരുമുളക് വേറുള്ള ഒരു സ്ഥലങ്ങളിൽ ലഭിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഡെലിവറി ഷെഡ്യൂളെല്ലാം കുറേ കാലതാമസം വരുന്നുണ്ട്. ചെടികൾക്ക് നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആവശ്യക്കാർ കൂടുതലാണ്. കാലതാമസം കൂടുതലായതുകൊണ്ട് ആൾക്കാർ വേറെ പല ഭാഗങ്ങളിൽ നിന്നും പോയി ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിയിട്ട് വഞ്ചിതരാകുന്നുണ്ട്. അവർ കുറേ കാലം കഴിയുമ്പോൾ നമ്മളോട് തന്നെ പരിഭവം പറയാറുമുണ്ട്. പല ആളുകളും നമ്മളെ വിളിക്കുന്നത് കോൺക്രീറ്റ് തൂണോ PVC ഒക്കെ നാട്ടിയിട്ടാണ് വിളിക്കുന്നത്. പക്ഷെ നമുക്ക് അപ്പോൾ അവർക്ക് കൃത്യസമയത്ത് കൊടുക്കാൻ പറ്റുന്ന വരില്ല. അപ്പം നിങ്ങൾ നടാൻ പ്ലാൻ ചെയ്യുമ്പോഴേ നമ്മളെ തൈ എന്ന് കിട്ടുമെന്നുള്ളതൊന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ മതി. എല്ലാ കാര്യങ്ങളും ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് തൈ ഡെലിവറി തരാൻ പറ്റുന്നതായിരിക്കും. പല ആളുകളും ചോദിക്കുന്നുണ്ട് ഇത് PVC പൈപ്പിലും കോൺക്രീറ്റിലും മാത്രമേ കയറുള്ളൂ എന്ന്. അത് മുന്നിലുള്ളൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഏത് സപ്പോർട്ട് കൊടുത്താലും അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു കയറുന്നതാണ് കുരുമുളക്. പക്ഷേ കൂടുതലായിട്ട് ആൾക്കാർ ഇപ്പോൾ പറിക്കാനും ഒക്കെ ചെയ്യാൻ സൗകര്യത്തിന് PVCയിലോ കോൺക്രീറ്റിലോ ഒക്കെ ചെയ്യുന്നതാണ്. അപ്പം ഏത് രീതിയിൽ നട്ടാലും അത്യാവശ്യം നല്ല രീതിയിൽ റിസൾട്ട് ഇതിനുണ്ട്. ആളുകൾക്ക് PVCയിലും കോൺക്രീറ്റിലും ഒക്കെ ചെയ്യുമ്പം പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോസ് കൂടുതൽ വരുന്നുണ്ട്. അല്ലാതെ മരത്തിലുള്ളതും അങ്ങനെ അല്ലാത്തതുള്ള കാലുകളിൽ ചെയ്യുന്നതിൻ്റെ വീഡിയോയും നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ കുരുമുളക് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കുറച്ച് നേരത്തെ തന്നെ തൈയുടെ ലഭ്യതയും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റട്ടെ. ഹാപ്പി ഫാമിംഗ്.